മുറിക്കേണ്ട റിബൺ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ റിബൺ മുറിക്കുക എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? പാലം ഉദ്ഘാടനം ചെയ്യണോ റോഡ് ഉദ്ഘാടനം ചെയ്യണോ എന്ന ആശയക്കുഴപ്പത്തിനൊടുവിൽ റോഡ് തന്നെ ഉദ്ഘാടനം ചെയ്തു. ഇതാണ് നമ്മുടെ മന്ത്രി കത്രീനയുടെ ഒരവസ്ഥ. കയ്യിലൊരു കത്രികയും ഇട്ട് കിലക്കിക്കൊണ്ട് ഓടിപ്പാഞ്ഞ് നടക്കുകയായിരുന്നു ഇന്നലെ 3 മണി വരെ. എവിടെ റിബൺ വലിച്ചു കെട്ടിയാലും അവിടെ എല്ലാം കയറി കണ്ടിക്കുന്നതായിരുന്നു വിനോദം. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് എത്രയെത്ര നാട മുറിച്ചു. KSUക്കാർ കഴുത്തു പിടിച്ച് തിരിച്ച ശേഷം ഒരാഴ്ച വിശ്രമത്തിലായിരുന്നപ്പോഴും നാട മുറിക്കാൻ വെമ്പുകയായിരുന്നു. ആദ്യമിറങ്ങിയ പോസ്റ്റർ കോഴഞ്ചേരി പാലം ഉദ്ഘാടനം. പാലത്തിന്റെ പണിയൊന്നും തീർന്നിട്ടില്ല. മധ്യഭാഗത്തെ സ്പാനും ആർച്ചും കമ്പി കെട്ടിയ നിലയിലാണ്. പാലത്തിൽ കൂടി നടക്കാൻ പോലും കഴിയില്ല. നാശം പിടിക്കാനായിട്ട് ഇവന്മാർ എന്തുണ്ടാക്കുകയായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. കുറച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിക്കടക്കം ബോധ്യപ്പെട്ടു പാലം ഉദ്ഘാടനം വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്യാമെന്ന് പുതിയ പോസ്റ്റർ ഇറക്കി. വീണ കത്രികയുമായി അങ്ങോട്ടോടി. കഴുത്തുവേദന മറന്നു. പാർട്ടി ആളെ കൂട്ടി. പുതിയ പാലത്തിലൂടെ നടക്കാൻ പോലും കഴിയില്ല. അതിനാൽ പഴയ പാലത്തിലൂടെ ഒരു റോഡ് ഷോ അങ്ങ് നടത്തി. അതായത് എനിക്ക് തോന്നുന്നത് ഇടത് താത്വികാചാര്യന്റെ ഉപദേശപ്രകാരം ഇടത് സ്ഥാനാർത്ഥികളെല്ലാം ഇപ്പോ പിന്തുടരുന്ന ഒരു സൂത്രവാക്യം പരമാവധി ഉദ്ഘാടനങ്ങൾ സമം പരമാവധി വിജയം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നിർദ്ദേശം, ആ ഒരു സൂത്രവാക്യം അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മുടെ കോളർ വീണ ചേച്ചി, ഇപ്പൊ കോളർ ഒന്നും ഘടിപ്പിച്ചിട്ടില്ല, കോളർ ഘടിപ്പിക്കാതെയാണ് ഇപ്പം മേയാൻ പോകുന്നത്. വീണ ചേച്ചി ഇന്നലെ ഒരു പാലം ഉദ്ഘാടനത്തിന് ചെന്നു. ഓട്ടത്തോടോട്ടം കോഴഞ്ചേരി പാലം കൂടി ഉദ്ഘാടിക്കുക എന്നതായിരുന്നു അവസാന ലക്ഷ്യം. 8 വർഷം മുൻപ് തറക്കല്ലിട്ടതാണ് കോഴഞ്ചേരി പാലത്തിന്. പണി ഇഴഞ്ഞിഴഞ്ഞ് അവസാന ഘട്ടമെത്തി. പക്ഷെ നമുക്ക് ഈ സൂത്രവാക്യ പ്രകാരം ഉദ്ഘാടനങ്ങൾ പരമാവധി ചെയ്യണം. നമ്മുടെ മണ്ഡലത്തിന്റെ പരിധി തന്നെ ചെയ്യുകയും വേണം. അപ്പൊ പിന്നെ പണി തീർന്നതാണോ തീരാത്തതാണോ പൊളിഞ്ഞു വീണതാണോ മറ്റവർ ചെയ്തതിന്റെ ബാക്കിയാണോ എന്നൊന്നും നമുക്ക് നോക്കാൻ സമയം കിട്ടത്തില്ല. കിട്ടുന്ന റിബൺ എവിടെയെങ്കിലും 2 റിബൺ വലിച്ചു കെട്ടുക, മുറിക്കുക. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. പാലമില്ലെങ്കിൽ പാലത്തിന്റെ സമീപന പാത ഉദ്ഘാടനം ചെയ്യാം. അതിന്റെ ഫോട്ടോ എടുക്കുക, റീൽസുകൾ ഉണ്ടാക്കുക, സമൂഹ മാധ്യമങ്ങളിൽ മാക്സിമം വൈറലാക്കുക. അപ്പൊ ആ ഒരു ധൃതിയില് പാലത്തിന്റെ പണി കഴിയാത്ത വിവരം ശ്രദ്ധിച്ചില്ല. ചെന്ന് നോക്കിയപ്പോ ഇത് ഉദ്ഘാടനം ചെയ്ത മിക്കവാറും അടുത്ത് പെടലിയുടെ സ്ഥാനത്ത് വേറെ എവിടെങ്കിലും വേദന തുടങ്ങേണ്ടതായിട്ട് വരും അടിയന്തരമായിട്ട്. ഇനി ഒരു അഭിനയത്തിന് തൽക്കാലം ചേച്ചിക്ക് കഴിവില്ല. ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഒരു നാടകത്തിന്റെ ക്ഷീണം. അതുകൊണ്ട് എന്ത് ചെയ്യാം? കുറച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിക്കടക്കം ബോധ്യപ്പെട്ടു പാലം ഉദ്ഘാടനം വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്യാമെന്ന്. റോഡെങ്കിൽ റോഡ്, പാലമെങ്കിൽ പാലം, ഇനി കൈവരി മാത്രമേ ഉള്ളെങ്കിൽ കൈവരിയുടെ ഉദ്ഘാടനം. നമുക്ക് ഉദ്ഘാടനം ചെയ്യണമെന്നല്ലേ ഉള്ളൂ. ചെന്ന് നോക്കിയപ്പോ റിബൺ വലിച്ചു കെട്ടിയിട്ടില്ല. പിന്നെ ഒരു തൂണിപ്പറേ നിന്ന് അപ്പുറത്ത് മാറി ആരോ ഒരു സ്കൂട്ടറും പാർക്ക് ചെയ്തിരുന്നു. സ്കൂട്ടറിന്റെ മൂലത്തിലും തൂണിന്റെ നെഞ്ചത്തുമായിട്ട് ഒരു റിബൺ അങ്ങ് വലിച്ചു കെട്ടി മുറിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ്. എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ ഓരോരോ പുതിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നാട്ടുകാർക്ക് അതിന്റെ പ്രയോജനം ലഭിച്ചോ എന്ന് ചോദിക്കരുത്. ഉദ്ഘാടനം ചെയ്തു. ഈ വിവരദോഷോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോഴും സങ്കടം മാറിയിട്ടില്ല വീണയ്ക്ക്. പാലം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. രാത്രിയിലെങ്ങാനും പോയി ആരും അറിയാതെ നാട മുറിച്ചോ എന്ന് ആർക്കറിയാം. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുമല്ലോ, 1, 2, 3 എന്ന് നമ്പർ ഇട്ട് എഴുതി വെക്കുമ്പോ കോഴഞ്ചേരി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 8 കൊല്ലം കൊണ്ട് എഴയുവാണ് പാലം. ആദ്യം പണിഞ്ഞ ഭാഗമൊക്കെ തുരുമ്പെടുത്ത് തുടങ്ങി. പക്ഷെ ഇതുവരെയും പാലത്തിന്റെ പണി പൂർത്തിയായില്ല. മറ്റേ നേതാക്കളൊക്കെ നേരത്തെ പറഞ്ഞത് അതിന്റെ പെയിന്റിങ്ങും കൂടെ ബാക്കിയുള്ളെന്നാ. അത് ശരി, ആ കുഞ്ഞുകുട്ടനൊന്ന് വിളിക്കൂ. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇന്തവന്റെ അന്ത്യമാണ്, വിളിക്കവനെ. കോഴഞ്ചേരി പാലത്തിന്റെ അവിടെ ഇനി പെയിന്റിംഗ് അല്ലേ ബാക്കിയുള്ളൂ. ബാക്കി അവിടുത്തെ പ്രധാന നിർമ്മാണ പ്രവർത്തനം എല്ലാം പൂർത്തിയായി. നോക്കുക, ആ പാലത്തിന്റെ പ്രധാനപ്പെട്ട ആ നടുഭാഗത്തുള്ള അവസ്ഥയടക്കം നോക്കുക. ഇതാണോ പെയിന്റിംഗ് മാത്രം പൂർത്തിയാകാനുള്ള സ്ഥിതി എന്നത്? മുഴുവൻ പണി കഴിഞ്ഞാൽ പിന്നെ പെയിന്റിങ്ങും കൂടെ ബാക്കിയുള്ളൂ. പക്ഷെ അവസാന ഘട്ടം പോലും എത്തിയിട്ടില്ല. ഉളുപ്പുണ്ടടാ ചക്കണക്ക്.
അപ്പോൾ സത്യസന്ധമായ ഒരു സമീപനം തന്നെയാണ് നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം, ഉദ്ഘാടനങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിൽ നടത്തിയിട്ടുള്ളത്. ഒന്ന് ആലോചിക്കുക, 8 വർഷം മുമ്പ് കല്ലിട്ട പാലമാണ് കോഴഞ്ചേരിയിലേത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം ഉദ്ഘാടനത്തിനായി കത്രികയും കൊണ്ട് ഓടേണ്ടി വരുന്ന അവസ്ഥ എത്ര ഭീകരമാണ്. അറം പറ്റാൻ കൊണ്ട് പിണറായി വിജയൻ ഒരു വാക്കങ്ങ് പ്രയോഗിക്കുകയും ചെയ്തു. എങ്കിൽ പിന്നെ നമ്മൾ ഒരുമിച്ചിറങ്ങുമല്ലേ? തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിറങ്ങുമെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിക്കടക്കം ബോധ്യപ്പെട്ടു പാലം ഉദ്ഘാടനം വലിയ തിരിച്ചടിയാകും. വീണ ചേച്ചിയെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത്, ഇപ്പൊ കുറെ വണ്ടികളുടെയൊക്കെ പുറകിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടല്ലോ, വികസനത്തിന്റെ 10 വർഷങ്ങൾ, വ്യവസായ സൗഹൃദത്തിന്റെ 10 വർഷങ്ങൾ, പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ. 10 വർഷങ്ങൾക്ക് ഒരുപാട് വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആരും അറിയാത്ത തരത്തിലുള്ള സംഭവങ്ങൾ. അതില് കലാപങ്ങളില്ലാത്ത 10 വർഷങ്ങൾ. കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോ വീണ ചേച്ചി ഈ അവസാന നിമിഷം ഇലക്ഷൻ അടുത്ത സമയത്ത് തന്നെ കേരളത്തെ ഒരു കലാപ ഭൂമിയാക്കാൻ ശ്രമിച്ചായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഏറ്റവും മികച്ച കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ആൾ എന്നുള്ള രീതിയിൽ വീണ ചേച്ചിക്ക് വേണ്ടത് ആറന്മുളക്കാർ കൊടുക്കണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. എന്റെ ഭാര്യയെ ഇത്തവണയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരൂ എന്ന ഭർത്താവിന്റെ യാചനയാണ് വീണയെ കാണുമ്പോൾ ആറന്മുളക്കാരുടെ മനസ്സിലിപ്പോൾ. എന്തായാലും ഒരു സ്കൂട്ടറിലും തൂണിലുമായി റിബൺ വലിച്ചു കെട്ടി 3:30 തന്നെ മന്ത്രി അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്തു. ഒപ്പം ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഗുരുവായൂർ റൂട്ടിലുള്ള ബസിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിച്ചു. സർക്കാർ പരിപാടിയാണോ പാർട്ടി പരിപാടിയാണോ? പച്ചക്കൊടിക്കൊപ്പം CPM-ന്റെ കൊടിയും കാണുന്നുണ്ട്. ഇതിപ്പോ റോഡ് ഷോ ആയിട്ട് എത്തിയാണ് മന്ത്രി ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിനായി എത്തിയിരിക്കുന്നത്. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളാണ് നടത്തുന്നത്. അതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അടക്കമുള്ള എല്ലാവരും ഉണ്ട്. ഭയങ്കരം തന്നെ. വിനു, ഈ പച്ച കാണിച്ചാൽ സാധാരണ ഗതാഗത നിയമപ്രകാരം വണ്ടിക്ക് പോകാൻ ചുവപ്പ് കാണിച്ചാൽ നിർത്തണമെന്നാണ്. ഇപ്പൊ എന്തായാലും ചുവപ്പും പച്ചയും കൂടെ ഒരുമിച്ച് വീശുകയാണ്. എന്തായാലും രസകരമാണ്. അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനമാണെന്ന് ഒരു പോസ്റ്ററിൽ, പാലത്തിന്റെ ഉദ്ഘാടനമാണെന്ന് മറ്റൊരു പോസ്റ്ററിൽ, പാലം പണി പൂർത്തിയായിട്ടില്ലെന്ന CPM-ന്റെ തന്നെ ഒരു നേതാവ്. അതേസമയം ജില്ലാ സെക്രട്ടറി പറയുന്നു പെയിന്റ് അടിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ പൂർത്തിയായി. മനുഷ്യനായ നാണം വേണേ. പിന്നെ മറ്റൊരു കാര്യം, എല്ലാവരും കത്രിക വയറ്റിൽ വെച്ചു എന്നും പറഞ്ഞ് പരാതിപ്പെടുന്നു. എപ്പോഴും കത്രിക കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ബുദ്ധിമുട്ട് ആരെങ്കിലും അറിയുന്നുണ്ടോ? എന്തായാലും വീണയുടെ വിരലുകളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കത്രിക ഫിറ്റ് ചെയ്ത പോലെയായിരുന്നു. ഏത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എടുത്തതാണെന്ന് ആർക്കറിയാം. ആശുപത്രിയിലെ കത്രിക വല്ലതും കാണാനുണ്ടെങ്കിൽ രോഗിയുടെ വയറ്റിലല്ല, വീണയുടെ വിരലിൽ തപ്പേണ്ട ഗതികേടിലായിരുന്നു ഡോക്ടർമാർ ഇന്നലെ വരെ. 24 മണിക്കൂറും കത്രിക കയ്യിലുണ്ട്. എവിടാ മുറിക്കാൻ ഒരു നാട കിട്ടുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അടുത്ത ഉദ്ഘാടനമായി. ഒരു പാലത്തിന്റെ സ്പാനും ആർച്ചും നിർമ്മാണത്തിലിരിക്കെ ഉദ്ഘാടനത്തിനായി കഴുത്ത് നീട്ടിയിറങ്ങിയ ആ മന്ത്രിയുടെ അവസ്ഥയൊന്ന് നോക്കണേ. ശ്രീമതി വീണ ജോർജ് ഒരു കോമാളിയായി മാറിയിരിക്കുകയാണ്. പണി തീരാത്ത ഒരു പാലം ഉദ്ഘാടനം ചെയ്യുന്നു, കരികൊടി കണ്ടാൽ കഴുത്തുളുക്കുന്നു, അതിന് വധശ്രമത്തിന് കേസെടുക്കുന്നു. ഏതായാലും കേരളത്തിന്റെ ഉളുക്ക് വനിതയ്ക്ക് ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ അവിടെ ചെന്ന് നാറേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഖേദമുണ്ട്. തളരരുത് രാമൻകുട്ടി, തളരരുത്. നിർമ്മാണം നടത്തിയതേ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ. അത് ജനങ്ങളുടെ അഭിലാഷമാണ്. ജനങ്ങളാണ് ആവശ്യപ്പെടുന്നത് ഇത് വന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന്. ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് MLA-മാരും മന്ത്രിമാരും ഈ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കുന്നത്. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ടായിരുന്നു. ജനങ്ങളെല്ലാം കിഴങ്ങന്മാരാണല്ലോ. മേലോട്ട് നോക്കി നിൽക്കുന്ന അബാൻ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യാൻ വല്ല മാർഗവും ഉണ്ടായിരുന്നെങ്കിൽ അതും പറ്റിച്ചേനെ. അതുകൊണ്ട് അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്യാമെന്ന് പുതിയ പോസ്റ്റർ ഇറക്കി. ഭയങ്കരമായ ആള്. പാവപ്പെട്ടവരുടെ പ്രസ്ഥാനം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പുതിയ നോട്ടീസുകൾ അടിച്ചിറക്കുന്നുണ്ട്. അതും വർണ്ണാഭമായ നോട്ടീസുകൾ. എവിടുന്നാ ചേച്ചി ഇതിനൊക്കെ കാശ്? പണം എനിക്കൊരു പ്രശ്നമല്ല. ഞങ്ങളുടെ വീട്ടിലും പിരിവിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൈസ കൊടുക്കാതെ സഹകരിച്ചിട്ടുണ്ട്. ഇവർ ഉദ്ഘാടനം ചെയ്ത പദ്ധതികളുടെ പണി അടുത്ത സർക്കാരിന്റെ കാലത്ത് അല്പമൊന്ന് വൈകിക്കോട്ടെ. ഉടൻ കൊടിയുമായി ഇറങ്ങും, പണി വേഗം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഉദ്ഘാടനം ചെയ്തോ എന്ന ചോദ്യത്തിന് അന്നൊരു പ്രസക്തിയുമില്ല. സംശയിക്കാൻ എന്തിരിക്കുന്നു, അത് തീർച്ചയല്ലേ. ഏതായാലും തെറിയാശാന്റെ ഒരു ഡയലോഗ് കഴിഞ്ഞ ദിവസം സജിയച്ചായനോട് പറഞ്ഞ ഡയലോഗ് ഞാൻ കടമെടുക്കുകയാണേ. കുളിച്ചില്ലേലും വേണ്ടൂല്ല, സംഗതി വരപ്പുറത്തിട്ടിരുന്നാ മതിയെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചോളും. പണി തുടങ്ങിയില്ലെങ്കിലും ഉദ്ഘാടന കർമ്മം ആദ്യം അങ്ങ് നിർവഹിക്കുക. അതിനുശേഷം പയ്യെ നമുക്ക് കയ്യിൽ പൈസ വരുന്ന രീതിയിൽ അടിച്ചു മാറ്റിയതിന്റെ ബാക്കി വരുന്നതനുസരിച്ച് പണി തുടങ്ങിയാൽ മതിയല്ലോ. ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രധാനം. ആർക്കെങ്കിലും മനസ്സിലായിക്കണോ?
എങ്ങനെ മനസ്സിലാവാനാടാ? നമ്മുടെ നാട്ടുകാരും വെറും മണ്ടന്മാരല്ലടാ. പൈസക്ക് ടൈറ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം, പറ്റിക്കാം. പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ? ഇലക്ഷൻ വരെ കഴുത്തൊടിഞ്ഞു എന്ന് പറഞ്ഞ് നടക്കാനായിരുന്നു പരിപാടി. എന്നാൽ കോടതി അതിനും സമ്മതിച്ചില്ല. വീണയ്ക്ക് വേണ്ടി 13 ഡോക്ടർമാരായിരുന്നു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിക്കൊണ്ടിരുന്നത്. 13ാമത്തെ ഡോക്ടർ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുമ്പോഴേക്കും വീണ ICUവിൽ നിന്ന് ഒളിച്ചോടി കഴിഞ്ഞിരുന്നു. ആ ഡോക്ടർമാരുടെയൊക്കെ എത്തിക്സ് ആണ് എത്തിക്സ്. എന്തൊരാളുകളാ ഭഗവാനായത്. വീണയുടെ കഴുത്തിലെ മാരകമായ മുറിവ് കണ്ടെത്തിയ സർജൻ ഷംസീറിനെ സമ്മതിക്കണം. ഇനി വരുന്ന സഭയിൽ അംഗങ്ങളുടെ വേദനയും രോഗവും കഴുത്തുളുക്കുമൊക്കെ ആര് കണ്ടെത്തി ചികിത്സിക്കും? വികസനം മുൻനിർത്തി തന്നെയുള്ള ഒരു പ്രചാരണമായിരിക്കുമല്ലേ നാളെ തൊട്ടുണ്ടാവുക? അല്ല, അത് ജനങ്ങൾക്ക് അറിയാലോ. അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. ബേപ്പൂരിലെ സ്ഥാനാർത്ഥി, ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, നമ്മുടെ മരുമോൻ സ്വന്തം ജീവിതത്തിലൂടെ തിരിച്ചറിയും. ജനങ്ങൾ ഓരോരുത്തരും പ്രചാരകരായിരിക്കും. എത്ര കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. പക്ഷെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്, ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. ജനങ്ങളായിരിക്കും ഇതിന്റെ പ്രചാരകര്. കറക്റ്റാ. പ്രവർത്തനം തീരെ പോരാ, വളരെ മോശമാണ്. ഇവിടെ ഒരു ബോർഡ് വെച്ച് റിയാസിന്റെ ഒരു ബോർഡ് ഇവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല. കണ്ടമാനം ഫാക്ടറി കാര്യം 10 കൊല്ലത്തിനടുത്ത് കൂട്ടിയില്ലേ, ഓട്ട് കമ്പനി, മറ്റേ സ്റ്റീൽ കോംപ്ലക്സ്, ഇതുപോലെ പല കാര്യങ്ങളും. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. കഴിഞ്ഞ തവണ കിട്ടിയ 82,000-നേക്കാൾ കൂടുതൽ വോട്ട് LDF സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ലഭിക്കും. ഞാൻ എപ്പോഴും ജനങ്ങൾക്കൊപ്പമാണ് ഉണ്ടായിട്ടുള്ളത്. അവർ എനിക്കൊപ്പവും നിലകൊള്ളും. ആശ കൊള്ളാം, പക്ഷെ അത് ഈ സമിതി നടക്കത്തില്ല. എവിടെ പോയി നോക്കിയാലും ഈ മുഹമ്മദ് റിയാസിന്റെ പുതിയ തരം പോസ്റ്ററുകൾ പല ഫ്ലൂറസെന്റ് കളറിൽ എല്ലാ ഇടവഴിയിലും. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. നമ്മളൊരു പുതിയ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ഇലക്ഷനിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ നാട്ടിലെ മന്ത്രിയെ 5 കൊല്ലം ഇവരൊപ്പം നിന്നിട്ട് ജനങ്ങൾ എന്നോടൊപ്പമല്ല ഞാൻ ജനങ്ങളോടൊപ്പം എന്ന് പറയുന്ന മന്ത്രി നാട് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അസൂയ എല്ലാവർക്കും തോന്നും. പിന്നെ എനിക്ക് ഇങ്ങേരോട് അങ്ങേ അറ്റത്തെ ഒരു ദേഷ്യം തോന്നിയ ഒരു നിമിഷം ഉണ്ടല്ലോ, ചുറഞ്ഞു കയറിയ ഒരു നിമിഷം. ബേപ്പൂരിന്റെ സുൽത്താനെ എന്ന് കുറെ വിവരദോഷികൾ നീട്ടി വിളിക്കുന്നു. അവരുടെ തോളയിലോട്ട് ഇങ്ങേര് ചാടി കയറുന്നു. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാ? വൈക്കം മുഹമ്മദ് ബഷീർ ആരാ? ആ അങ്ങേരുടെ കാലിന്റെ നഖം വെട്ടാനുള്ള യോഗ്യതയുണ്ടോ? നീ ആ അടിമകളെന്ന് പറയുന്ന ഒറ്റ എണ്ണത്തിന് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അതിനെ കുറിച്ചൊന്നും അറിയില്ലായിരിക്കും. ഒരു താളത്തിന് ബേപ്പൂർ, ഇത് സുൽത്താൻ, അപ്പൊ ബേപ്പൂരിന്റെ സുൽത്താൻ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ പ്രതിഷേധിക്കേണ്ട ഒരു സംഭവമാണ്. ബേപ്പൂരിന്റെ സുൽത്താൻ വലിഞ്ഞു കിടക്കുന്നു.